ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. ഇപ്പൊ ഈ ഒരു മായാവി ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ. അതായത് ഞാനും ജയസൂര്യയും ഒരുമിച്ച് അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അഭിനയിക്കാൻ നടന്ന ടീംസാണ് ഞങ്ങൾ രണ്ടുപേരും. വലിയ സംഭവമൊന്നുമല്ല, ഒരു റിസപ്ഷനിസ്റ്റാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മമ്മൂക്ക പടത്തിൽ ജോയിൻ ചെയ്യുന്നത് നാളെയാണ്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങി വരുന്നു, കുറച്ച് നേരം അതിന് തർപ്പിച്ചു നോക്കി. തന്നെ കണ്ടിട്ട് ചിരിക്കുന്ന പോലെ ഒന്നും അല്ല, ചിരിക്കല്ല. സതീഷ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ സതീഷ് എന്ന് പറഞ്ഞു. കട്ട് 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 നമ്മുടെ സതീഷ്. അതങ്ങനെ ശരി, ഭയങ്കര രസമുള്ളൊരു ഓർമ്മയാണ്. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചൊരു. ഒരു തിയേറ്ററിൽ പോയിട്ട് വലിയ മാസ് പടം കണ്ട് ഉറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ, ത്രില്ലറൊക്കെ കണ്ടിട്ട്. ഞാൻ അന്ന് ഉറങ്ങിപ്പോയത്. ആ സിനിമ വമ്പൻ ഹിറ്റാണ്. അത് എന്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയത്. ഞാൻ ഈ റിക്ലൈനർ ഇങ്ങനെ ഇരുന്ന് ഈ സിനിമയുടെ എക്സൈറ്റ്മെന്റ് കൂടി കൂടി വരുമ്പോ എന്റെ റിക്ലൈനർ ഇങ്ങനെ നിവർന്ന് പോവുകയും ജിസിന്റെ ഇങ്ങനെ കിടന്ന് പോവുകയും കുറച്ചേരം സൈഡിൽ ഇങ്ങനെ ഞാനിത് അപ്പൊ ഞാൻ ജിസ എണീക്കടാ പടങ്ങളാ പറ്റടാ എനിക്കത് പറ്റണം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ആനിമൽ പോയിക്കൊണ്ട് സാർ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓക്കെ തലവൻ സെറ്റ്. ഫീൽ ഗുഡിൽ നിന്ന് ഇദ്ദേഹം എന്തോരം യാത്ര ചെയ്തു എന്നുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു. ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ ഇയാളുടെ കോണ്ടാക്ട് തേപ്പൊട്ടിന്നാണ്. അനുഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ മികച്ച സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മാത്രമല്ല. അയ്യപ്പനും കോശിയുടെ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് വരുന്നുണ്ടോ, റെഫറൻസോ എന്തെങ്കിലും? ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന കാർഡ് ആ പടത്തിലുണ്ടായിരുന്നു. ഡബിംഗ് സ്റ്റുഡിയോ കാണുന്നതും ഈ ബൂത്തിന്റെ അകത്തേക്ക് കയറുന്നതും ഒക്കെ എന്റെ ആദ്യത്തെ സിനിമയ്ക്കാണ്. ആദ്യത്തെ വാക്ക് ഞാനൊരു ഉച്ച വരെ എടുത്തു. ഓക്കെ ടേക്ക് ആവാൻ ഞാൻ നോക്കുമ്പോ സൗണ്ട് എഞ്ചിനീയറിംഗ് ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. ഭയങ്കര ലൗഡായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ. ഷൗട്ട് ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട്. അത് കുറെ കറക്റ്റ് ചെയ്തെന്ന് മമ്മൂക്കയാണ്. ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഏത് പടമാണെങ്കിലും ചേട്ടൻ ചെയ്യാത്തൊരു പടം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും. അത് ചേട്ടന് കിട്ടിയ ചേട്ടന്റെ വേർഷനിൽ ഏത് പടം ചെയ്യാനാണ് ആഗ്രഹം? ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഉടനെ ഒരു KGF പ്രതീക്ഷിക്കാം. എടാ തലവൻ നമ്മുടെ തലവരെ മാറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോ എനിക്ക് ആദ്യം മേടിച്ച് തന്നത് ലൈഫ് ബോയ് സോപ്പാണ്. നമ്മളെ ഫസ്റ്റ് ഡേ ആ ഹോസ്റ്റലിൽ പോയി ആ ചങ്കിടിപ്പുണ്ടല്ലോ, ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് പരിപാടി. അവിടെ ചെല്ലുന്ന വൈകുന്നേരം കുളിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ലൈഫ് ബോയുടെ മണം. നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് കൈ ഇട്ടിങ്ങനെ വരുമ്പോ എനിക്ക് ഹായ് ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. തലവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്നോടൊപ്പം ജോയിൻ ചെയ്തത് ജിസ് ജോയ്, ആസിഫ് അലി, അരുൺ നാരായൺ. സ്വാഗതം. ഹായ് ജാങ്കോ. ഹായ്. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ. ഇപ്പൊ എന്താ പറയുന്നേ, ഈ പൊളിച്ചത്തെ ട്രാക്ക് മാറ്റി പിടിയെന്ന് പറഞ്ഞൊരു ഫേമസ് സിനിമ ഡയലോഗ് ഉണ്ട്. ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു ജിസ് ജോയ് ചേട്ടന്. കാരണം ഒരു റോം കോം ഫീൽ ഗുഡ് പടത്തിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് മാറി. കഴിഞ്ഞ പടവും ഇന്നലെ വരെ കുറച്ച് ത്രില്ലർ ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ തലവലിൽ എത്തി നിൽക്കുന്നു, അത് കുറച്ച് ത്രില്ലറാണ്. എന്താണ് ഈ ഒരു മൂഡ് മാറ്റത്തിന് അല്ലെങ്കിൽ ട്രാക്ക് മാറ്റത്തിന് കാരണം? ഒന്നുമില്ല, നമുക്ക് ഓരോ സമയത്തും നമ്മളെ തേടി വരുന്ന കഥകൾ, അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്വാധീനിക്കുന്ന കഥ വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതും അങ്ങനെ തന്നെ. ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമ നടക്കുമ്പോൾ ഞാൻ കേട്ട ഒരു കഥയാണ്. ശരത് ആനന്ദ്, അങ്ങനെ രണ്ടുപേരാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ കെയർഫുള്ളായിട്ട് അങ്ങനെ വളരെ ബോധപൂർവം അടുത്ത് ത്രില്ലർ ചെയ്ത് കളയുക അങ്ങനെയല്ല. കേട്ടതിൽ എനിക്ക് രസകരമായി തോന്നിയ കഥ ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടങ്ങ് ആദ്യ സിനിമ ത്രില്ലർ സിനിമയാണ്. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടെ ഫീൽ ഗുഡ് അല്ലേ, ഒരു അങ്ങനെ തോന്നും. ഫീൽ ഗുഡ് പക്ഷെ ത്രില്ലറാണ് ശരിക്കും. നന്മയുള്ള ഒരു കള്ളനായിട്ട് ആണ് വരുന്നത്. ഇപ്പൊ ഒരു 2013 to ഇപ്പൊ 2024 വന്നിരിക്കുന്നു. 6 സിനിമകൾ ഡയറക്ട് ചെയ്തു. അപ്പൊ അതില് എല്ലാത്തിലും ആസിഫൊക്കെ ഉണ്ട്, ഒരിടത്ത് ക്യാമിയോ റോളിൽ. അപ്പൊ നിങ്ങളുടെ ഒരു പ്രോമിസിങ് കോംബോ ആണ് മലയാളികൾക്ക്. അപ്പൊ ഈ ഒരു പ്രോമിസിങ് കോംബോ ഇപ്പൊ വരുമ്പോഴത്തേക്കും എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഈ ഒരു തലവനിലൂടെ? ശരിക്കും ആ പ്രോമിസിങ് കോംബോ എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് മികച്ചതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല സിനിമ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാക്കാനുള്ള കാരണം. അപ്പം അത് തന്നെയാണ് ഞങ്ങൾ ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയായിരിക്കും ഇത് എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്.
ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം ജാങ്കോ ചോദിച്ച പോലെ ഈ കഴിഞ്ഞ സിനിമകളിൽ നിന്ന് ജിസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിനുള്ളൊരു കാരണവും അതാണ്. ഓരോ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനവും ഈ 6 സിനിമകളിലുണ്ടായിരുന്ന എനിക്കും അത്ഭുതം തരാറുണ്ട്. ഓരോ പ്രാവശ്യം ജിസ് സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോഴും അതിൻ്റെ അകത്തൊരു പുതുമ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ സിനിമ കഴിയും തോറും. അപ്പം ആ പുതുമ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഈ പ്രാവശ്യം ഇതിലാണ്. അപ്പം അങ്ങനെ സംഭവിച്ചതാണ് ഈ സിനിമ. അതിലേക്ക് ഇല്ല, ഞാനും ജിസും ആശയ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് ആക്ച്വലി വേറൊരു സിനിമ ഞാനും ജിസും കൂടെ ആസിയും ഞങ്ങൾ 3 കൂടെ ചെയ്യാൻ വേറൊരു സിനിമയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഈ പടം ശരിക്കും വേറൊരു പ്രൊഡ്യൂസർ നേരത്തെ കമ്മിറ്റ് ചെയ്ത് മൂവ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയൊരു അസൗകര്യം ഉണ്ടായി സിനിമയുടെ. അപ്പം ജിസ് എന്നോട് ചോദിച്ചു, നമുക്കെന്നാൽ ഇത് ചെയ്തിട്ട് നമ്മൾ അടുത്ത പറഞ്ഞ പരിപാടി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ സബ്ജക്റ്റ് കേട്ട് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പോയുടെ കാര്യം പറയുമ്പം ബീച്ചേട്ടൻ ആസി കോമ്പോയും എപ്പോഴും വർക്ക്ഔട്ട് ആയിട്ടുള്ള കോമ്പോ ആണ്. ഇപ്പോൾ വെള്ളിമൂങ്ങയാണെങ്കിലും അനുരാഗ് കരിക്കിനുള്ളതാണെങ്കിലും ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പോ ആണ് അതും. അപ്പം അങ്ങനെ അതെല്ലാം വർക്ക്ഔട്ട് ആവുന്ന സ്പേസിലേക്ക് എത്തി. പ്രധാനമായിട്ടും തിരക്കഥയാണ്. അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു സൗഹൃദവും കോമ്പോയും എല്ലാം അതിന് ഘടകമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബിജേട്ടന്റെ കാര്യം ഈ ഇന്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ബിജേട്ടൻ വർഷങ്ങളായിട്ട് പോലീസ് ഓഫീസർ റോളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പൊ നമ്മളൊരു കഥയും കൊണ്ട് ബിജേട്ടൻ എടുത്തോണ്ട് ചെല്ലുമ്പോഴേ പോലീസ് കഥയാണ് നമ്മൾ ആദ്യമേ പറയാം. അപ്പൊ ഞാൻ ബിജേട്ടൻ എന്തായിരിക്കും ഇതിലിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ എപ്പോഴും പോലീസ് കഥകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ബിജേട്ടന്റെ ഉള്ളിലും ചില ടെൻഷൻസും കാര്യങ്ങളും ഡൗട്ടുകളും കാണും. അത് ക്ലിയർ ചെയ്ത് കൊടുത്താലായിരിക്കും നമ്മൾ ഓഫ് കോഴ്സ് ബിജേട്ടൻ ഇന്നാവുന്നത് ഈ സിനിമയിലേക്ക്. അപ്പൊ ഈ കഥയായിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ബിജേട്ടൻ അങ്ങനെ ചോദിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ ബിജേട്ടൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭയങ്കര അഗ്രസീവായിട്ടും വളരെ ഷ്രൂഡായിട്ടും കഥ കേട്ട ഒരാളാണ് ഞാൻ. എനിക്ക് ബിജേട്ടൻ അന്ന് വലിയ പരിചയമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ പരസ്യങ്ങളിലൊന്നും ബിജേട്ടനില്ല, ഞാൻ സിനിമ എടുത്തിട്ടില്ല അദ്ദേഹത്തെ വെച്ച്. അപ്പോൾ ബിജേട്ടനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വളരെ ഞാൻ വായിച്ചോളടാ പിന്നെ വായിക്കാം ആ ലൈനിൽ സംസാരിക്കുന്ന ഒരാൾ. പക്ഷേ വളരെ ഷ്രൂഡായി ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറഞ്ഞു. 2.5 മണിക്കൂർ എടുത്ത് പുള്ളി ഫ്ലാറ്റിൽ ബാക്കി മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ബിജേട്ടനെ പറയുകയും ചെയ്തു, നിങ്ങൾ ഇങ്ങനെ കഥ കേൾക്കുന്ന ഒരാളാണെന്നല്ല ഞാൻ മനസ്സിലാക്കിയിരുന്നു, പക്ഷെ ആക്ച്വലി അങ്ങനെയാണ്. അപ്പം സ്നേഹ ചോദിച്ചത് കറക്റ്റാണ്. ഒത്തിരി പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത് കാരണം ഈ വർഷം 2 പടമാണ് ഇപ്പൊ അടുപ്പിച്ച് വന്നേക്കുന്നത്. റീസെന്റ് ആയിട്ട് ഒരെണ്ണം ഇറങ്ങി. അതെ കറി എനിക്ക് തോന്നുന്നു തൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ടിന് ശേഷം ചെയ്ത സിനിമയാണ് അല്ലേ? ഞങ്ങളുടെ പടത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതൊരു ഫൺ മൂഡുള്ള സിനിമയായിരുന്നല്ലോ. ഇതൊരു ത്രില്ലർ പക്കാ സീരിയസ് പടമാണ്. അപ്പോൾ ബീച്ചേട്ടനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ഈ സിനിമയ്ക്കൊരു യെസ് പറഞ്ഞത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായതുകൊണ്ടാണല്ലോ ചെയ്തത്. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം, ബീച്ചേട്ടന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് പോലീസിനെ പറ്റിയിട്ട് ഭയങ്കര ഐഡിയ ഉള്ള ഒരാളാണ്. അങ്ങനെ വെറുതെ ഒന്നും കയറി ബിച്ചേട്ടൻ പോലീസ് വേഷം ചെയ്യില്ല. അത് ബിച്ചേട്ടൻ ചെയ്ത സിനിമകളിൽ ശ്രദ്ധിച്ചറിയാം. പോലീസ് സ്വഭാവം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കിയിട്ടാണ് ബിച്ചേട്ടൻ ആ ക്യാരക്ടർ കമ്മിറ്റ് ചെയ്യുക. അതെ, ഞാൻ അതാണ് ചോദിക്കാൻ കാരണം വരുന്നതെല്ലാം ചിലപ്പോ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ എന്നാണ് ഞാൻ മുമ്പിൽ. അയ്യപ്പനും കുഷിയും പോലീസ് കഥാപാത്രമാണ്. ഞാൻ എവിടെയോ ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടോ, ഞാൻ വീഡിയോസ് എവിടെയോ കണ്ടപ്പം, റീൽസിലോ മറ്റോ കണ്ടപ്പം പറഞ്ഞാണ്, 3 സിനിമകൾ, ഒരേ കഥ, ഒരേ ആക്ടേഴ്സ്, 3 ഒരച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും, അച്ഛനെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാത്ത മകൻ, ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അവർ തമ്മിൽ ഭയങ്കര ശത്രുതയിലാവുകയും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും. കിരീടം, സ്ഫടികം, നരസിംഹം. തിലകൻ സാറും ലാൽ സാറും ചെയ്ത് എല്ലാ സിനിമകളിലും അച്ഛനും മകനായിട്ട് ഇവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരേ ഇതാണ്, അച്ഛനും മകനും തമ്മിൽ. അച്ഛന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാത്ത മകൻ, അയാൾ വഴിതെറ്റി പോവുകയും അവർ തമ്മിൽ പിന്നീടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റും. ഇതാണ് ഈ 3 സിനിമകൾ. ഒരേ ആക്ടേഴ്സ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളുമാണത് അല്ലേ? അത് ഒരു ആക്ടറിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും? ഒരേ സ്പേസ് ആണെങ്കിലും പല രീതിയിൽ ഒരു ആക്ടറെ, പിന്നെ പറയുന്ന പോലെ കഥ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ള പെർഫോമൻസും അതിന് ഭയങ്കരമായിട്ട് ഘടകമുണ്ടാകും. പിന്നെ അവർ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും ആണല്ലോ ബിജു ചേട്ടനൊക്കെ.
ഇപ്പം ആസിഫൊക്കെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത കൂമനിലായിരിക്കും പോലീസ് ഓഫീസർ റോൾ ചെയ്ത്. ഇപ്പം അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴേ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ചെയ്ത കാര്യമുണ്ടോ? അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറൊന്നിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ആവശ്യമില്ല മറ്റൊന്നിൽ പിടിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കടമെടുത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ പോലീസിലേക്ക് വരുമ്പോൾ? എനിക്കൊന്ന് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരീരഭാഷ മാത്രമാണ് എനിക്ക് ഒരു അതിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയത് കൂമന്റെ കാര്യം. കൂമന്റെ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്, വളരെ എന്താ പറയാ, അങ്ങനെ ഒരു തന്റെ കയ്യിലുള്ള അധികാരം മിസ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പോലീസുകാരനായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പിടിക്കണം എന്ന് ആഗ്രഹിച്ച കുറച്ചും കൂടി ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പരിപാടി പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് മാത്രമാണ് ഇതിലേക്ക് കൊണ്ട്. ബാക്കി രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. എനിക്ക് അതും ഇതുമായിട്ട് ഒരു ബന്ധവും തോന്നിയിട്ടില്ല. പക്ഷെ കുറച്ച് ഫിറ്റ് ആയിട്ട് നല്ല കാണാനൊക്കെ ഒരു സുന്ദരനായിട്ടുള്ള പോലീസുകാരനായിരിക്കണം എന്ന് തോന്നിയത് ശ്രമിച്ചത് ഈ പടത്തിലാണ്. ജിസ്റ്റേട്ടനോട് പ്രത്യേകം പറഞ്ഞിരുന്നു എനിക്ക് തരുവാണെങ്കിൽ കുറച്ച് ഫിറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോഡിയിലേക്ക്. കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെയാണ്. അയാളൊരു സർവീസിൽ കയറിയിട്ട് ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എനർജറ്റിക് ആണ്, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ നമ്മളൊക്കെ പോലീസ് ഓഫീസർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജിസ്റ്റേട്ടനെ ആണെങ്കിൽ മുമ്പ് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഒരു തിയേറ്ററിൽ പോയിട്ട് വലിയ മാസ് പടം കണ്ടു ഉറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ, ത്രില്ലറൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അങ്ങനെ ഉറങ്ങിപ്പോയ ഒരാൾ അല്ലെങ്കിൽ ഫീൽ ഗുഡ് പടങ്ങൾ, എനിക്ക് കുറച്ച് സോളുള്ള പടങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ജിസ്റ്റേട്ടൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഈ ത്രില്ലറൊക്കെ ചെയ്യുമ്പോഴത്തേന് അങ്ങനെയല്ല പറഞ്ഞത്, അപ്പം എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു? ഞാൻ അന്ന് ഉറങ്ങിപ്പോയത് ആ സിനിമ വമ്പൻ ഹിറ്റാണ്, അത് എന്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയത്. ഒരു തമാശക്ക് കളിയാണ്. ആസിഫും ശ്രുതി അല്ലെ, ആസിഫും ശ്രുതി രാമചന്ദ്രനും ഉണ്ടായിരുന്നു, അപർണ ബാലമുരളിയുണ്ടായിരുന്നു. സൺഡേ ഹോളിഡേയുടെ പ്രൊമോഷന്റെ ഗ്യാപ്പിൽ ഞങ്ങൾക്കൊരു 5 മണിക്കൂർ ഉച്ചവരെ ഞങ്ങൾക്ക് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രാത്രിയായിരുന്നു ഉണ്ടായിരുന്നു. അതൊരു മോളില്, തൃശ്ശൂർ ഒരു മോളിൽ വെച്ചിട്ടുള്ള ഇവന്റ് ആയിരുന്നു. അപ്പൊ ആ സമയം വരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, വെറുതെ ഹോട്ടലിൽ ഇരുന്ന് വർത്താനം. അപ്പൊ ഞങ്ങളൊന്ന് സിനിമ കാണാം. ഞാനും കുറെ ആയിട്ട് ആ സിനിമയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കാണാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ പോയി കണ്ടു. റിക്ലൈനറിലായിരുന്നു. ഞാൻ ഈ റിക്ലൈനർ ഇങ്ങനെ ഇരുന്ന് ഈ സിനിമയുടെ എക്സൈറ്റ്മെന്റ് കൂടി കൂടി വരുമ്പോ എന്റെ റിക്ലൈനർ ഇങ്ങനെ നിവർന്ന് പോവുകയും ജിസിന്റെ ഇങ്ങനെ കിടന്ന് പോവുകയും കുറച്ചേരം കഴിഞ്ഞ സൈഡിൽ ഇങ്ങനെ ഞാനിത് അപ്പൊ ഞാൻ ജിസ എണീക്കടാ പടങ്ങളാ പറ്റടാ എനിക്കത് പറ്റണം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ആനിമല് പോയി കണ്ടു. ആനിമല് കാണാൻ പോകുമ്പോ ഞാൻ ജാമ്യടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങ് ജിസിന്റെ കൂടെ എന്തായിരിക്കും. അപ്പൊ ഞാൻ ജിസിനോട് പറഞ്ഞിട്ടില്ല ഏതാ പടം എന്നുള്ളത്. ആനിമലിന് കയറി ടിക്കറ്റ് എടുക്കുന്നു, അർജുന് വല്ലീനെ ചോര അപ്പൊ സാർ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓക്കെ തലവൻ സെറ്റ്. എന്തോരം ഫീൽ ഗുഡിൽ നിന്ന് ഇദ്ദേഹം എന്തോരം യാത്ര ചെയ്തു എന്നുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മൾക്ക് ഈ ഹണി ബീ പോലുള്ള സിനിമകളിലൊക്കെ ആസിഫിക്കന്റെ കുറച്ച് ഒഫൻസീവ് വേർഡ്സും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആസിഫിക്ക കാണണമെങ്കിൽ ജിസ്റ്റോ ചേട്ടന്റെ പടങ്ങളിലേക്ക് വരണം. പിന്നെ അതേപോലെ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്. അപ്പൊ ജിസ്റ്റോ ചേട്ടൻ്റെ അടുത്തേക്ക് തിരക്കഥകളൊക്കെ വരുമ്പോഴത്തേന് അതിൽ എന്തെങ്കിലുമൊക്കെ ഒഫൻസ് വേർഡുണ്ടെങ്കിൽ ഇല്ല ഞാൻ ഇത് ചെയ്യുന്നില്ല, എന്റെ സിനിമകളിൽ ഇത് വേണ്ട എന്നുള്ളൊരു നിലപാട് എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു നിലപാടുണ്ട്. ഐ മീൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ നിലപാടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് കമ്മിറ്റ് ചെയ്ത പടങ്ങളുടെ സ്വഭാവമായിരുന്നു. മനസ്സിലായോ? സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമി ഞാൻ മുന്നിൽ കാണുന്ന ഒരു ഓഡിയൻ ഉണ്ട്. ആ ഓഡിയൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വരുമ്പോൾ അവർക്ക് നാണക്കേട് ഉണ്ടാവും. കാരണം ഞാൻ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളാണ്, എനിക്ക് എൻ്റെ കുട്ടികളിലൊപ്പം കാണാൻ പറ്റണം. പക്ഷെ അത് ആ സിനിമയുടെ ജോണറിന് പറ്റുന്ന കാര്യമാണ്. അതല്ല ഓഫ് കോഴ്സ് ഒരു വേറെ ജോണറിൽ സിനിമ ചെയ്യുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന പോലെയൊക്കെ അത് സംസാരിക്കണമല്ലോ. അപ്പോൾ എന്താ പറയാ, അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിന്റെ എൻറ്റയർ പാക്കേജ് എന്ന് മാത്രമേ പറഞ്ഞു. അല്ല, ഇപ്പൊ വെജിറ്റേറിയൻ സദ്യ പ്രതീക്ഷിച്ച് പോകുന്ന ഒരാൾക്ക് അതിന് ഇടയ്ക്ക് ഒരു ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യരുത്. മനസ്സിലായി? അതാണ് അത്ര. അപ്പൊ നമ്മുടെ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഫീൽ ഗുഡിൽ നിന്ന് തലവിന് വരെ എത്തി നിൽക്കുന്നു. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ നമ്മുടെ പടത്തില്? ഇതുപോലുള്ള ബാഡ് വേർഡ്സോ ബാഡ് വേർഡ്സ് ആയിട്ട് ഞാൻ പോലീസ് ഓഫീസൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളൊരു കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കള്ളൻ
കള്ളനാണെന്ന് പറയുകയും ഇയാൾ കള്ളത്തരം കാണിക്കൂല എന്ന് പറയുന്നതിലും കാര്യമില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ ഈ അടുത്ത് നമ്മളെല്ലാവരും പല അഭിപ്രായങ്ങൾ പറയാറുള്ള ഒരു റിവ്യൂവർ ഈ ഇതിനെപ്പറ്റി ആവേശത്തിനെ പറ്റി അദ്ദേഹത്തിനോട് ഒരു ന്യൂസിൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ചെങ്കണ്ണൻ ഒരു ഗുണ്ട, അയാള് വന്നിട്ട് തെറി വിളിക്കൂല അടിക്കൂല എന്ന് പറഞ്ഞൊരു കാര്യമില്ല പറയുന്ന പോലെ. ഇപ്പോ ഈ ഫീൽ ഗുഡ് പടങ്ങളിൽ ഒക്കെ എടുക്കുവാണെങ്കിൽ എന്താ പറയുക, ചേട്ടനെ ആണെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്നൊരു കാര്യമാണ് മെയിനായിട്ട്. ഇപ്പൊ ആസ്വികയുടെ പടങ്ങൾ തന്നെയാണ്, അല്ലാത്തൊരു തേപ്പ് എന്തായാലും കാണും. പിന്നെ കുറെ മീനിങ് പാട്ടൊക്കെ ഇപ്പൊ ചേട്ടൻ തന്നെ എഴുതിയ പാട്ടുകളാണ്, ഭയങ്കര മീനിങ് ആണ്. നമുക്ക് എപ്പോഴാണെങ്കിലും എവർഗ്രീൻ സോങ്സ് ആണ്. അപ്പൊ ഇത് ഈ എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ പാട്ടുകൾ എഴുതുമ്പോഴും നമ്മുടെ ഇൻസിഡൻസ്, റിയൽ ലൈഫ് ഇൻസിഡൻസിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളതെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അതുകൊണ്ട് ഈ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ കൂട്ടുകാരുടെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കുണ്ടായ പ്രണയം തന്നെ വേണമെന്നില്ല, കൂട്ടുകാർ വന്ന് നമ്മളോട് സങ്കടം പറയില്ലടാ ഇങ്ങനെ സംഭവം. അത്തരം കേട്ട തേപ്പുകളുടെ കഥകളൊക്കെ സിനിമയിലായിട്ട് വരാറുണ്ട്. ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ ഇയാളുടെ കോണ്ടാക്ട് തേപ്പൊട്ടിന്നാണ്. അത് പറയില്ല. അതല്ല, അപ്പൊ ജിസ്റ്റോ ചേട്ടൻ പിന്നെ ഓരോന്ന് ഇത് എഴുതും മാത്രമേ മികച്ച സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മാത്രമാവുന്നില്ല, നമ്മുടെ മാത്രമാവുന്നില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്യാം, കഥാരൂപത്തിലാകാം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ടൂറിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മുടെ എന്താ പറയാ ഡയറക്ടർ ആ ഇതിലുണ്ടായിരുന്നില്ല, ആ ചിദു അതിലുണ്ടായിരുന്നില്ല അതിൽ. പക്ഷെ അത് കേട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് ആ സിനിമ ചെയ്തു. അതാണ് ജിസ്റ്റു ഉദ്ദേശിച്ചത്. അതായത് എന്റെ കോമഡി എന്ന് വെച്ചാല് ഇതിങ്ങനെ ഈ കഴിഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻസിന്റെ സമയത്തൊക്കെ ഇതേ ചോദ്യം വന്നിട്ട് ലാസ്റ്റ് എന്റെ വീട്ടിൽ എന്റെ വൈഫിനോട് ചോദിക്കാണ്, ശരിക്കും നിങ്ങൾക്ക് ഇത്രയും പ്രണയങ്ങൾ? ഞാൻ പറഞ്ഞ സിനിമയാണ്, റൂമർ അല്ല, സത്യം പറഞ്ഞ് ഒഴിവാക്കി. ഓക്കെ, ഇപ്പൊ ഞാൻ ചേട്ടന്റെ പടങ്ങളിൽ കണ്ട വേറൊരു കാര്യമാണ്, അതായത് പാട്ടുകളൊക്കെ സ്വയം എഴുതുന്നുണ്ട്, വേറെ ആരും അതിന്റെ ആവശ്യമില്ല. ഈ പ്രൊഡ്യൂസറിലേക്ക് വരുമ്പോഴത്തേക്കിനെ ചില പടങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേനും പ്രൊഡ്യൂസേഴ്സ് അവർ തന്നെയായിരിക്കും വീണ്ടും ചെയ്യുന്നത്. പക്ഷെ ചേട്ടൻ്റെ ഈ 6 പടങ്ങളും വ്യത്യസ്തരായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. അത് അങ്ങനെ പിടിച്ചതാണോ അതോ അങ്ങനെ ആയി വന്നതാണോ? അല്ല, അത് ഓരോ സമയം ഒരു സിനിമ കഴിയുമ്പോൾ നമ്മളെ അങ്ങനെ സിനിമ നന്നാവുമ്പോൾ എപ്പോഴും എല്ലാ സംവിധായകർക്കോ നടന്മാർക്കോ അല്ല, മറ്റ് പ്രൊഡ്യൂസേഴ്സ് നമ്മളെ അന്വേഷിക്കുകയും അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്നത് കഴിഞ്ഞ. പക്ഷെ എൻ്റെ നല്ല ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും വളരെ എന്താ പറയുക, ഞാനൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ആസിഫിൻ്റെ ഒരു പടം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ ആസിഫിനോട് ചോദിച്ചു, ആസിഫ് ഇന്നൊരു പ്രൊഡ്യൂസർ അഡ്വാൻസുമായിട്ട് വരുന്നുണ്ട്, സിനിമ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യേണ്ടത്, നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ ആസിഫ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത് തങ്കക്കുടമാണോ, തങ്കക്കുടം എന്ന് പറഞ്ഞു. ആ വേർഡാണ് ഞാൻ എൻ്റെ ഈ 6 പ്രൊഡ്യൂസേഴ്സിനെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ സിനിമ ചെയ്ത ഡോക്ടർ സജികുമാർ, രണ്ടാമത്തെ ചെയ്ത മാക്ടർ പിക്ചേഴ്സ് ലജു, മൂന്നാമത്തെ ചെയ്ത വിജയ് സുബ്രം പോലെ സുനിലേട്ടൻ, നാലാമത്തത് ലിസ്റ്റൻ സ്റ്റീഫൻ, അഞ്ചാമത്തത് വിജയ് സെൻട്രൽ പിക്ചേഴ്സ് അരുൺ നാരായൺ. എല്ലാം വളരെ ഒരു പ്രൊഡ്യൂസറിന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ഒരു സിനിമയ്ക്ക് അതാണല്ലോ വേണ്ടത്. സ്പെൻഡ് ചെയ്യേണ്ടടുത്ത് സ്പെൻഡ് ചെയ്യണമല്ലോ. അതിന് കപ്പാസിറ്റി ഉള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഒരുപാട് അഭിമാനങ്ങളുണ്ട്. ഇപ്പൊ ഈ മുമ്പ് നമ്മൾ പറഞ്ഞു, അതായത് ചേട്ടനും ചേട്ടനുള്ള കോംബോ ഭയങ്കര അടിപൊളിയായിരിക്കും, വന്നു കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ മുമ്പേ സംസാരിച്ചൊരു അയ്യപ്പനും കോശിയുടെ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് വരുന്നുണ്ടോ, റെഫറൻസോ എന്തെങ്കിലും? കാരണം ചെറിയൊരു നമ്മൾ ടീച്ചർ കാണുമ്പോഴും ചെറിയൊരു ഈഗോ ക്ലാഷ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇതില്? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാർഡ് ആ പടത്തിലുണ്ടായിരുന്നു, ഇതിലുണ്ട്. അല്ല, ഇപ്പം അതിനൊരു കമ്പാരിസൺ ഒരു സിനിമയുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. ഒരു സിനിമയുമായിട്ടും അങ്ങനെ കമ്പയർ ചെയ്യേണ്ട അവസ്ഥയില്ല. സക്സസ് കാരണം നമ്മളത് പ്രതീക്ഷിക്കും എപ്പോഴും. ഇപ്പൊ ഞാൻ ഹണിബോയ്, കിളിബോയ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ എല്ലാ പടവും കള്ളും കഞ്ചാവും ഉണ്ടെന്ന് ആളുകൾക്കൊരു ധാരണ വരുമായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ മറ്റു പടങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സക്സസ് അല്ലെ, ആ ക്യാരക്ടറിന്റെ ഒരു സക്സസ് കാരണം ഈ പറയുന്ന ഡ്യുവൽ ഹീറോ പടങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ 2 ഹീറോസ് ഉണ്ട്, രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ എലമെന്റ് ആയിട്ട് വരുന്നത്. എല്ലാവരും ചോദിക്കും, അത് അടിവരായിട്ട് പറയേണ്ട കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്,
ഈ പോസ്റ്റർ കാണുമ്പോഴും ട്രെയിലർ എല്ലാവരും നമ്മളോട് ചോദിക്കും ഇത് ഈഗോ, ഈ ഡ്രൈവിംഗ് ലൈസൻസും ഹൈപ്പർ കോച്ചും ഒരിക്കലുമല്ല. ഒരു 10% പോലും ഈ ഈഗോയുടെ സിനിമയല്ല ഇത്. അത് പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെ ഒരു കഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്യുവർലി അന്വേഷണമാണ് സിനിമ, കുറ്റാന്വേഷണമാണ് സിനിമ. അത് 2 പോലീസ് ഓഫീസേഴ്സ് ഒരു കാരണത്തിന്റെ പേരിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിന്റെ സബ്ലേയേഴ്സുമാണ് സിനിമ. ഈഗോ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്തൊരു ഫാക്ടറേ അല്ല ഈ സിനിമയിൽ. ഇപ്പൊ ഏതൊരു ഡയറക്ടർക്കും അവരുടെ പടങ്ങളിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ സംഭവം കാണും അല്ലേ? ഇപ്പം ഫീൽ ഗുഡ് ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ത്രില്ലർ ആണെങ്കിലും ജിസ് ജോയ് എന്ന ഡയറക്ടർക്ക് പുള്ളിയുടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ കാണും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എല്ലാ സിനിമകളിലും ഒരുപാടുള്ളതെന്തെങ്കിലും ഇവിടെ ഇംപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അല്ല, അതായത് സ്നേഹ ചോദ്യം കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സിഗ്നേച്ചർ ഓഫ് കോഴ്സ് നിങ്ങൾ പറയുന്ന ഈ ഫീൽ ഗുഡ് തന്നെയാണ്. ഞാൻ ഒരു സമയത്ത് ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ ശ്രമിക്കുന്ന കേട്ടോ, എല്ലാത്തിലും വിജയിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ ശ്രമമുണ്ട്. കഥാപാത്രങ്ങൾക്ക് ഒരു സോൾ ഉണ്ടാവണം, എല്ലാവർക്കും ഒരു കഥ ഉണ്ടാവണം, എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ഫീൽ ഗുഡ് ചെയ്യുമ്പോഴും ത്രില്ലർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് എഴുത്തിൽ തന്നെ കൊണ്ടുവരണം. അത് എഴുത്തിൽ വന്നാൽ മാത്രമേ അത് ആർട്ടിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അതേ അവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അല്ലേ അല്ലാതെ ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഭംഗിയായിട്ടില്ല എന്ന് തോന്നിയത് എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ പാക്കപ്പ് പറഞ്ഞ് ഇന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞ് റൂമിൽ പോയിരുന്ന് എഴുതി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സീനുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നല്ല പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഞാൻ പാക്കപ്പ് പറഞ്ഞോട്ടെ ചോദിക്കേണ്ട ആവശ്യമില്ല. അരുണിന് വേണ്ടി പടം ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്ക് പാക്കപ്പ് പറയാം. ഇന്ന് ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ട, ബാക്കി എഴുതിയിട്ട് മതി എന്ന് ആരോടും ചോദിക്കണ്ട. അപ്പം അങ്ങനത്തെ കുറേ ലിബർട്ടി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഈ സിനിമയുടെ ടോട്ടാലിറ്റീനെ, കാരണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ സിനിമ 8 മാസത്തോളമായി ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറെ എല്ലാ പ്രൊഡ്യൂസേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രഷറൈസ് ചെയ്ത് ഇത് എനിക്ക് എപ്പോഴാണോ തൃപ്തിയാവുന്ന അപ്പോൾ ഇറക്കിയാൽ മതി എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ കേട്ടൊരു കാര്യമാണ്. പണ്ട് നമ്മുടെ ചെന്നൈ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ ദാത്തിട്ട പരസ്യത്തിന്റെ ഇടയ്ക്ക് ഒരു കല്യാണം പറയാൻ വിളിച്ചതാണ് ആസിഫിക്ക എന്ന്. അതൊരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നില്ലേ? ഇപ്പൊ പുറകോട്ട് സ്നേഹം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെറുതെ പുറകോട്ട് ആലോചിച്ച് നോക്കിയാൽ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചതെല്ലാം കറക്റ്റായ വഴിയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ടാവുക. എല്ലാം അപ്പോൾ അത് നമ്മളുടെ ഡെസ്റ്റിനിലേക്ക് കൊണ്ടാണ്. എല്ലാവരുടെയും ക്ലൈമാക്സ് വളരെ ശുഭപര്യവസാനമാണെന്ന് ഒരു നിർബന്ധമില്ല. ലോട്ടറി അടിച്ചവനും പണം നഷ്ടം വന്നവനും ജ്വല്ലറി കുത്തി തുറന്ന് മോഷ്ടം എല്ലാം വെവ്വേറെ കഥകളാണ്. പക്ഷെ പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ആസിഫ് അന്ന് ആ സമയത്ത് ആ വിളി ചിലപ്പോൾ ഒരു അരമണിക്കൂർ വൈകിയാൽ അങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് പോകില്ലായിരിക്കും. ഡോക്ടറിനോട് ചോദിക്കില്ല ഇത് ആരാ വിളിച്ചെന്ന് ചോദിക്കില്ല, ആസിഫ് അലിയാണ് വിളിച്ചതെന്ന് ഞാൻ പറയില്ല, എന്തിനാ വിളിച്ചെന്ന് ചോദിക്കില്ല, നിങ്ങൾ തമ്മിൽ എന്താ പരിചയം എന്ന് ചോദിക്കില്ല, സിനിമയ്ക്ക് ഡേറ്റ് ഉണ്ട്, പ്രൊഡ്യൂസർ ഇല്ല, ആ കോൺവെർസേഷൻ ഒന്നും നടക്കൂലായിരിക്കും. അപ്പൊ അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ വളരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ കാണുന്നതാണ്. ഇപ്പം ആസിഫ് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. കാരണം അവർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണെന്ന് വേണ്ടത് നോക്കിയിട്ടാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ആസിഫിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഉയരെ എന്നുള്ള സിനിമ. കാരണം പഴയ കാര്യങ്ങൾ ഇപ്പം എനിക്കിത് ചോദിക്കാൻ പറ്റില്ല, കാരണം അത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഒരു വേറൊരാൾ ചോദിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഉയരെ എന്ന സിനിമ എടുക്കുമ്പോൾ അത് ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നും. പക്ഷേ ആസിഫിക്ക് അത് തിരഞ്ഞെടുത്ത് അത് ചെയ്ത് അത് ഫലിപ്പിച്ചു ആ ഒരു ക്യാരക്ടർ. നമുക്കത് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. പക്ഷേ അത് ആ ഫലിപ്പിച്ചതിന് ശേഷം പിന്നീട് ചിലപ്പോൾ അതേപോലുള്ള ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനൊക്കെ അങ്ങനെ വരും. അപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആസിഫിക്ക് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെയും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ആ ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുന്നത് ഗോവിന്ദിനെ പറ്റി ബോബി സഞ്ജയ് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഒരു ഐഡിയ തന്നു. ആ സ്ക്രിപ്റ്റ് മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ ക്യാരക്ടറൈസേഷൻ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വന്നു. കാര്യം എനിക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പല സുഹൃത്തുക്കളും, ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് പേരുടെ ഈ നമ്മൾ ക്ലാസ് ടൈമിലല്ലാതെ അവരുടെ പറ്റിയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടൊക്കെ അടുത്തറിയാൻ കുറേ സമയം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്കറിയാവുന്ന ഇത്രയും പ്രസംഗമല്ല എങ്കിൽ പോലും ഈ നമ്മൾ എന്താ പറയുക ഒരു ഭയങ്കര ഒരു എക്സാക്ട് വേർഡ് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഒരാൾ എനിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. പ്രത്യേകിച്ച് അത് സൺഡേ ഹോളിഡേ ഒക്കെ ഇറങ്ങി വിജയ് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പൊ ഫാമിലി ഓഡിയൻസിന്റെ അടുത്തേക്ക് ഇത്രയും റീച്ച് കിട്ടി നിൽക്കുന്ന സമയത്ത് നീയായിട്ട് പോയി അവരെ ഉറപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ആ സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ഇതിന്റെ പ്രൊമോഷൻസിന്റെ ടൈമിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിലും പോയില്ല. കാര്യം എനിക്ക് ഗോവിന്ദിനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കേണ്ടി വരും. അപ്പൊ അത് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സിന് ഒരു ഫ്രീഡം കിട്ടുന്നത്. ഇപ്പൊ ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഞാൻ വില്ലനോ ഹീറോയോ ആയി മാറാൻ സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകന് തോന്നുന്നത് എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എന്റെ റൈറ്ററിന് കിട്ടുന്ന ഒരു ഫ്രീഡമാണ്. അതിനുശേഷമുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനും അങ്ങനെ തന്നെ ആയിരുന്നോ? അല്ലെങ്കിൽ ചേട്ടന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരിക്കും. മുയേറെ, കെട്ടിയോളന്റെ മാലാഖ എല്ലാം. അത് പക്ഷെ ഞാൻ ചെയ്യുന്ന കുറെ സിനിമകളിൽ ഒന്നോ രണ്ടോ ആണ്. എപ്പോഴും ആ മാജിക് സംഭവിക്കണമെന്നില്ല. അതെ, കെട്ടിയോളന്റെ മാലാഖ പറയുവാണെങ്കിൽ അത് വളരെയധികം ആശംസകൾ അർഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അത്രയും നാൾ നമ്മുടെ വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ബോയ് എന്നുള്ളൊരു മാറി കുറച്ചുകൂടെ പ്രായമേറിയ മെച്ചുവേർഡ് ആയിട്ടുള്ള, പക്ഷെ ആളുടെ ഒരു ബലഹീനത, ഒരു ബലഹീനത അവിടെ ഉണ്ട്. അത് കാണിക്കണം. അത് പക്ഷേ കയ്യിൽ നിന്ന് പോകാനും പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് ആയിരുന്നു. എനിക്ക് ഈ തങ്കം, അജി പീറ്റർ തങ്കം എന്നാണ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പേര്. അദ്ദേഹം ആ സ്ലീവാച്ചൻ എനിക്ക് കൊണ്ടുതന്നത് അങ്ങനെയാണ്. അത്രയും സോൾഫുൾ ആയിട്ടായിരുന്നു ആ ക്യാരക്ടർ എനിക്ക് തന്നത്. അപ്പൊ അത് പറയുകയും ഓരോ ദിവസവും ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ടീമിന്റെ ഇപ്പൊ നിസാം അതിനുശേഷം ചെയ്ത സിനിമകൾ കണ്ടാൽ അറിയാം. ഇപ്പൊ റോഷാക്കാണെങ്കിലും നിസാം ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ ഒരു ടീം എഫേർട്ടാണ്. അതിനകത്ത് ഒരിക്കലും അത് ഞാൻ പ്ലാൻ ചെയ്ത് പെർഫോം ചെയ്തുകൊണ്ട് മാത്രമൊന്നും അല്ല. ഇപ്പൊ ഇതിനകത്ത് ജിസ്റ്റോ ചേട്ടന്റെ പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവോ? ഈ സിനിമയിൽ 2 പാട്ടാണ് ഉള്ളത്. അതിൽ ഒരു സോങ് ഇപ്പൊ നമ്മൾ 2 ദിവസം മുമ്പ് ഇറക്കി, തീം സോങ് ഇറക്കിയായിരുന്നു. ഒരു പാട്ട് ബിജുവേട്ടൻ പാടിയിട്ടുണ്ട്. ദീപക് ദേവ് ആണ് ഇതിന്റെ മ്യൂസിക്. ബിജുവേട്ടൻ എനിക്ക് കുറച്ച് നാൾ കൂടിയിട്ടാണ് ഒരു സിനിമ എനിക്ക് പാടുന്നത്. വളരെ അയ്യപ്പൻ ഘോഷിയാണ് ലാസ്റ്റ് പാടിയ സിനിമ. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ആഡ് ഫിലിംസും ചെയ്യുന്ന ഒരാളാണ് ചേട്ടൻ. അപ്പൊ ഈ ആഡ് ഫിലിമും അത് കൊമേഴ്ഷ്യലി കുറെ കാര്യങ്ങൾ നമ്മൾ കുത്തിക്കയറ്റിയാലാണ് നമ്മൾ അതിലേക്ക് കുറെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ ഏതാണ് കുറെ കൂടെ എളുപ്പം തോന്നിട്ട്? അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി കുറെ കാര്യങ്ങൾ ഇതിലും ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ഇതിൽ ശരിക്കും രണ്ട് ക്രാഫ്റ്റാണ്, രണ്ട് ജോലിയാണ്. ക്രാഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ആഡ് ഫിലിമിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അറിയാലോ, പറഞ്ഞ് ക്ലീഷ ഏതാണ് 30 സെക്കൻഡ്സോ 20 സെക്കൻഡ്സിലോ ഈ പറഞ്ഞ പോലെ ഒരു കഥ പറയുക എന്നുള്ള സ്പേസിനേക്കാൾ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുക എന്നുള്ളതാണ്. അതല്ല, ഒരു 300-400 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് അതിനെ വിൽപ്പിക്കുക. അത് സോപ്പാവാം, ക്രീമാകാം, കുടയാകാം, സ്കൂൾ ബാഗ് ആകാം, വണ്ടിയാകാം. അത് ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന 21 വർഷമായത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്നൊരു ജോലിയാണ്. ഒത്തിരി ക്ലയൻസ് ഉണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. 20 വർഷം കഴിഞ്ഞ് ഞാൻ ചെയ്ത ഒരു ആഡ് ഫിലിമിനെ കുറിച്ചും ആരും സംസാരിക്കില്ല. പക്ഷേ 20 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സൺഡേ ഹോളിഡേ നമ്മൾ സംസാരിച്ചേക്കാം, ജയസൂപ്പറിൽ സംസാരിച്ചേക്കാം. നമ്മൾ ചെയ്യുന്ന സിനിമ അതാണെന്നേ. ഡോക്യുമെൻ്റ് ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് സിനിമ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമുക്ക് സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങൾ, അത് ഈ ബെൽബോട്ടം ഉപയോഗിച്ചിരുന്ന കാലം അറിയണമെങ്കിൽ ആ കാലത്തെ സിനിമ കണ്ടാവും. അപ്പം നമുക്കറിയാം, ഈ 1967 ഇതായിരുന്നു ഫാഷൻ. അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് പോലത്തെ റോയൽ ഫാമിലിയുടെ കഥ പറഞ്ഞ സിനിമയിൽ അവർ ക്ലൈമാക്സിൽ കയറി പോകുന്ന കാർ എന്ന് പറയുന്നത് മാരുതി 800 ആണ്. കാലത്തിൽ വന്ന വ്യത്യാസമാണ്. ഭരതം എന്ന സിനിമയിൽ കഷായം കുടിക്കുന്നു എന്ന് നുണ പറഞ്ഞിട്ട് നെടുമുടി വേണു സ്മോൾ വാങ്ങിച്ച് ഒരു ക്വാർട്ടർ അടിയാണ്. ഇന്ന് വീടുകളിൽ ബാറുകളാണ് പല വീടുകളിലും. അപ്പൊ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് സിനിമ. അപ്പോൾ സിനിമ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. അപ്പൊ എന്തുകൊണ്ടും ആഡ് ഫിലിം മേക്കിംഗ് വേറൊരു ജോലിയാണ്. പക്ഷെ സിനിമയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിനിമ ഈസ് അൾട്ടിമേറ്റ് ആണ്. ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പൊ ഈ ഒരു മായാവി മായാവി ആദ്യമായിട്ട് ഇന്റർവ്യൂവിൽ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ ട്രോളായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ് വന്നത്. കാരണം നമ്മൾ ഇപ്പൊ ജിസ്റ്റോ ചേട്ടൻ എനിക്ക് ഇപ്പോഴല്ലേ നമ്മൾ കാണുന്നത്, പക്ഷെ ഈ ഒരു ഫേസിൽ കുറെ കൂടെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഞാനും ജയസൂര്യയും ഒരുമിച്ച് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഭിനയിക്കാൻ നടന്ന ടീംസാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സമയത്ത് ആഡ് ഫിലിംസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ ഒരു ക്ലയന്റ് മീറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷാഫിക്ക് വിളിക്കുകയാണ്. ഷാഫി വിളിച്ചിട്ട്, എടാ നീ നാളെ ജോയിൻ ചെയ്യണം, നാളെ മായാവി നമ്മുടെ പടം തുടങ്ങുകയാണ്, അപ്പോൾ അതിൽ ഫസ്റ്റ് സീൻ തന്നെ നീയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഷാഫിക്ക് അടുത്ത് ചാൻസ് ചോദിച്ചിട്ടില്ല അഭിനയിക്കാൻ. എനിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് പക്ഷേ ജയം പറഞ്ഞിട്ടായിരിക്കും. ജയസൂര്യ ഷാഫി ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ ഇമ്മീഡിയറ്റ്ലി ജയനെ ഞാൻ വിളിച്ചു. എടാ ഈ ഷാഫി വിളിച്ചിട്ടുണ്ടല്ലോ, എടാ അവൻ വെറുതെ വിളിക്കില്ല, നീ എന്തായാലും ചെയ്യണോട്ടോ.
അത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇത് എന്ത് ക്യാരക്ടറെ കിട്ടാൻ പോണെന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഷാഫിനോട് ചോദിച്ചു, ഷാഫിക്ക് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത്, എടാ സംഭവം എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല, ഒരു റിസപ്ഷനിസ്റ്റാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മമ്മൂക്ക പടത്തിൽ ജോയിൻ ചെയ്യുന്നത് നാളെയാണ്. മമ്മൂക്കയുടെ ഫസ്റ്റ് സീനാണത്. അപ്പോൾ അതൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാനുള്ളതില്ല എന്ന് വിചാരിച്ച് ചെറിയൊരാൾക്ക് അത് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം എന്ന് തോന്നി. അപ്പം ഞാൻ അങ്ങനെ ചെല്ലുന്നു, ആളിയ അവിടെ ചെല്ലുന്നു, മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങി വരുന്നു. കുറച്ച് നേരം തറപ്പിച്ച് നോക്കി, താൻ ചിരിക്കുകയാണോ? അല്ല, തന്നെ കണ്ടിട്ട് ചിരിക്കുന്ന പോലെ ഒന്നും അല്ല, ചിരിക്കുകയല്ല. ശരി ടേക്ക്. അപ്പോൾ ഈ ആശുപത്രിയാണ്, ചുറ്റിനും ഇത്രയും അധികം ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ടേക്ക് പോകുന്നപ്പോൾ നമ്മൾ സാറേ എനിക്ക് റിഹേഴ്സൽ വേണമെന്നാണ്. റിഹേഴ്സൽ പോയി, ഇനിയും വേണോ? റിഹേഴ്സലിൽ പോയി. നെക്സ്റ്റ് ഞാൻ സംഭാഷണം പറഞ്ഞപ്പോൾ സതീഷ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ സതീഷ് എന്ന് പറഞ്ഞു. കട്ട് 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 നമ്മുടെ സതീഷ്. അതെങ്ങനെ ശരിക്കും? താനും റിസപ്ഷനിസ്റ്റ് നമ്മൾ വലിയൊരു പരിചയമുണ്ടോ? പിന്നെ നമ്മുടെ എങ്ങനെ പറയും? മമ്മൂക്ക. അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി ചിരി, ഭയങ്കര ചിരി. ശരിക്കും പറയാലോ, ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട് ശരി സാർ അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു ഓർമ്മയാണെന്ന് പറയാം. ഭയങ്കര രസമുള്ളൊരു ഓർമ്മയാണ്. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചൊരു ചെറിയ വേഷമാണ്. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണെന്ന് അറിയാം, ഡബിങ്ങിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് മമ്മൂക്കയാണ്. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് രണ്ടുപേരുടെ സൗണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറയാം. കാരണം ചേട്ടൻ ഓൾറെഡി ഡബിങ് ആയിട്ടാണ്, അത്ര നല്ല വോയിസ് ആണ്. അല്ലല്ല, ജിസ്റ്റോ ചേട്ടൻ തന്നെയാണ്. അപ്പം സാധാരണ നമ്മൾ അങ്ങനത്തെ റോളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം അത്ര ഗാംഭീര്യമുള്ള സൗണ്ടോ നല്ല സൗണ്ടോ ഒന്നും ആയിരിക്കില്ല. ഇത് അത്രയും അടിപൊളിയായിട്ട് രണ്ട് സീനിലും അതെനിക്ക് ഭയങ്കരമായിട്ട് രസകരമായിട്ട് തോന്നി. അതേപോലെ ചേട്ടനേക്ക് വരുന്ന ട്രോളുകളൊക്കെ കാണാറുണ്ട് യൂട്യൂബില്. ഇപ്പൊ 1-2 അതായത് ദൃശ്യം, അങ്കമാലി ഡയറീസ്, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നിരണം ചുരുളി. ഇതൊക്കെ ജിസ്റ്റോ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞൊക്കെയുള്ള 1-2 ഇതുണ്ട്. ഇതൊക്കെ കാണാറുണ്ട്. ദൃശ്യം ദൃശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ട്രോളാണ്. നല്ല ട്രോളല്ലേ, ഭയങ്കര രസകരമായ ട്രോളാണ് ദൃശ്യത്തിന്റെ. എനിക്ക് അതായത് ഞാൻ ചെയ്ത സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല അത്ര. അല്ല, ഞാൻ കഴിഞ്ഞ സിനിമ ചെയ്തത് ടിനു പാപ്പച്ചന്റെ കൂടെയാണ്, ചാവേർ എന്ന് പറഞ്ഞ സിനിമ. ജിസ്സും ഈ ഇങ്ങനത്തെ ട്രോളുകളിൽ ഇവരെ രണ്ടുപേരെ വെച്ചാണ് കൂടുതൽ വരിക. ടിനു പാപ്പച്ചൻ ചെയ്താൽ KGF ടിനു പാപ്പച്ചൻ ചെയ്തെങ്കിൽ, KGF ജിസ് ജോയ് ചെയ്തെങ്കിൽ, രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന മറുപടി പറയാൻ അപ്പൊ അത് നമുക്ക് ഭയങ്കര രസം തോന്നും കാണുമ്പോഴേ. അവർ രണ്ടുപേരെയും വെച്ച് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ട്രോള്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര ഷോർട്ട് സ്പാനിലാണ് ഒരു കാര്യം വന്നു, അതിന് ഒരു കാര്യം സംഭവിച്ചു, നിമിഷങ്ങൾക്കകമാണ് ഇവർ അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് ആ ഇത് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചില കുറച്ച് ഡിപ്രഷൻ അടിക്കും. പക്ഷേ പ്രളയം നടന്ന സമയത്ത് ഭയങ്കരമായ പ്രശ്നം വരുന്നു 2014. അപ്പൊ നമ്മളൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വെയില് വന്നു. അപ്പൊ അതിന്റെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു, ഒരാളെ മേളിലിങ്ങനെ ചത്തോന്ന്. നമുക്ക് അത്രയും വിഷമമുണ്ട്, നമ്മളിതെല്ലാം നേരിട്ട് കണ്ടു അനുഭവിച്ചു. എന്നിട്ട് ആ ട്രോള് കണ്ടപ്പോ ഒരു സെക്കൻഡിൽ നമുക്ക് ഒരു ചിരിയുണ്ട്. സൂര്യനോട് സത്യം, അതുള്ളത് ശരിയാണ്. അല്ല, അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും വേണ്ടത് തന്നെയല്ലേ. ഇത് കാണുമ്പോൾ ഒരു നിമിഷം നമ്മളെല്ലാം മറന്ന് ചിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ 3 പേരും കലാകാരന്മാരാണ്, പലതരത്തിൽ ടാലന്റാണ്. അപ്പം എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ രണ്ടൊരു VJ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തവരാണ്. അപ്പം ഞാനിപ്പോൾ വന്നു കഴിഞ്ഞൊരു ഇൻട്രോ പറഞ്ഞു. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇൻട്രോ പറഞ്ഞിരുന്നത്? ഇപ്പം ദിസ് ഇസ് ആസിഫ് ജോയിനിങ് വിത്ത്, ഇപ്പം 2 പേരുണ്ടെങ്കിൽ സ്നേഹാൻ, അങ്ങനെയൊക്കെയാണോ പറഞ്ഞിട്ടിരുന്നത്? ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് ഈ സമയം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങളെ മാത്രം മാറ്റി നിർത്തിയിട്ടാണ് ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഭയങ്കര ഇത്ര കാഷ്വൽ ആവാൻ ഞാൻ അരുൺ ചെയ്തത് ഒരുപാട് മുന്നെയാണ്. അരുണ് ഞാൻ കിരൺ ടിവിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ലൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിൽ കോളേജസിലായിരുന്നു പ്രോഗ്രാം. അപ്പൊ അതൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം കോളേജിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ തോപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളെ കിട്ടിയ ഇപ്പൊ എൻ്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ ആളുടെ ഭാഗ്യമാണ്. എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്താൽ ഒരു എപ്പിസോഡ് മുഴുവൻ ഞാൻ സംസാരിക്കും. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മളൊരു 15 മിനിറ്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അതെ
എന്ന് മാത്രം പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരെയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ പാളുന്നത്. ലൈവ് ഭയങ്കര ഡിഫിക്കൽട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഇൻട്രോ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം ആസി പറഞ്ഞ തന്നെ ഇത്രയും കാഷ്വൽ അല്ല നമ്മൾ വന്ന് നിങ്ങൾ സംസാരിക്കുന്ന അത്രയും കാഷ്വൽ ആയിട്ടല്ല നമ്മൾ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലൈവ് ആണെന്നുള്ള കാരണം ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ലൈവാണ്, വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് അതിലുണ്ട്. നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ഈ അയ്യപ്പനും കോശിയും പറഞ്ഞപ്പോഴാണ് അയ്യപ്പനും കോശിയുടെ അതിൻ്റെ സമയത്ത് രാജുവും ബീച്ചേട്ടനും കൂടെയുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു, അവരെ രണ്ടുപേരെയും കൂടെ വെച്ചിട്ട്. അപ്പം ഞാൻ അതിന് പറഞ്ഞ ഇൻട്രോയെ പറ്റിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഇതിട്ടുണ്ടായിരുന്നു. അപ്പം വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള സമയമാണ്, രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ. അപ്പം ഞാൻ മലയാള സിനിമയുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. ഒരാൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി എന്തറ്റം വരെയും പോകുന്ന ഒരാളാണ്. മറ്റേയാൾ ഭയങ്കര അലസനാണ്, മടിയനാണ്. പക്ഷെ ഫോമിലായാൽ നമുക്ക് ഭയങ്കര, അയാളുടെ ബാറ്റിങ് ഭയങ്കര നമുക്കൊരു ഈസിനെസ് അയാൾക്കുണ്ട്. അപ്പം ഞാൻ ഇങ്ങനൊരു ഇൻട്രോ പറഞ്ഞിരുന്നു. അപ്പം രാജു ആ ഇൻട്രോ കഴിഞ്ഞോട്ട് രാജുവിനോട് ചോദിച്ചു, നീ തുടങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് ഇത് എങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യും ഇതിലേക്ക് ഇത് തോന്നിയിരുന്നത്. നമ്മളത് അങ്ങനെ ഒരു പ്രിപ്പയർ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം അപ്പം നമ്മുടെ ഒരു സ്പേസ്, ആ സ്പേസിൽ എന്താ വെച്ചാൽ ഗസ്റ്റ് ആരാണെന്നുള്ള നേരത്തെ അറിയാൻ പറ്റില്ല ഓഡിയന്. അപ്പം നമ്മൾ പറഞ്ഞ ശേഷമാണ് അവരിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ കട്ട്സ് ഇടും അല്ലേ, ഹൈലൈറ്റ്സ് ഇടും, പിന്നെ അതിനൊരു ഇൻട്രോയുടെ ആവശ്യമില്ല. കാരണം ഓഡിയന് അല്ല കാണുന്നവർ കൃത്യമായിട്ട് മനസ്സിലാവും ആരാണുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഇൻട്രോയുടെ ആവശ്യമേ അവിടെ ഇല്ല. ഞങ്ങളും പക്ഷെ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. എനിക്കിതുപോലെ കിട്ടിയതാണ് മഞ്ഞുമല്ല സമയത്ത് എന്റെ വായിന്നാണ് പോയത്. മറ്റേ നിങ്ങൾ അന്ന് ഗുഹയിൽ പോയി പറഞ്ഞിരുന്നോ മറ്റേ നേരത്തെ ഇതുപോലെ ഇതൊക്കെ സിനിമയാകും. അത് ആ സമയത്ത് സ്പോട്ട് ചിലപ്പോൾ അറിയാതെ പോയത്. ഞാൻ പറഞ്ഞ പ്രിപ്പയർ ചെയ്ത് പോയില്ലേ കഴിഞ്ഞു. ഇപ്പൊ ആ സിനിമയ്ക്ക് അന്ന് ചെയ്ത എന്തെങ്കിലും അത്ര ബുദ്ധിമുട്ടി പഠിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഞാൻ ഇപ്പൊ നമുക്ക് സിനിമയിലേക്ക് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ സിനിമയിലേക്ക് എങ്ങനെ വരും എന്നറിയില്ല. അപ്പൊ അതിന് അന്നുണ്ടായിരുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ചാനലിൽ വരിക, ക്യാമറയുടെ മുന്നിൽ എത്തുക, അവിടെ നിന്ന് ആളുകൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അവസരം ചോദിക്കുമ്പോൾ നമുക്കൊരു റെഫറൻസ് ഉണ്ട് കൊടുക്കാൻ. അതായിരുന്നു ഈ വിജയിങ്ങിന്റെ പുറകിലെ ഉദ്ദേശം. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ചാനൽ അതുവരെയുള്ള ക്ലീഷെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയത് വേണം എന്ന് വാശിയോടെ ആയിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു കോളേജ് പ്രോഗ്രാമിലാണ് എന്നെ ആദ്യം കൊണ്ടിടുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പ്രിപ്പയർ ആയിട്ട് നിൽക്കുമ്പോൾ തലേന്ന് തന്നെ ഈ അവിടുത്തെ പ്രൊഡക്ഷൻ വിങ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കോളേജിൽ പോയിട്ട് പേരെന്താ, ഹോബി എന്താ, ഇഷ്ടപ്പെട്ട ആക്ടർ ഏതാ, ഈ പരിപാടി വേണ്ട, ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിൽ ഒരു ഫണ്ട് വരണം എന്നുള്ളതാണ്. അപ്പം ഞാനിത് തലേന്ന് മുഴുവൻ ഇരുന്ന് ആലോചിച്ചു. നമ്മൾ ഈ ഇവന്റ് ആൽബർട്ട്സ് കോളേജിലാണ്, കോളേജിലേക്ക് പോകുന്ന വഴി ആലോചിച്ചു. കോളേജിൽ ചെന്ന് കഴിഞ്ഞ് പിള്ളേര് മൊത്തം നീ വാ ശരിയാക്കി തരാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്തോ ഒരു ഇതില് എനിക്ക് അവിടെ വന്നിട്ട് ആദ്യം കിട്ടിയ ചോദ്യം, സാധാരണ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പളാണ് ഉപദേശിക്കാറുള്ളത്. ഇവർക്ക് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു ചാൻസ് തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ഉപദേശിക്കും? അതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. ഫസ്റ്റ് എപ്പിസോഡ് ഹിറ്റായിരുന്നു, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അത്. പക്ഷെ അതിലായിരുന്നു അവരെനിക്കൊരു നീ കേൾക്കും എന്ന് പറഞ്ഞത്. അതായിരുന്നു ആ ചോദ്യം. അതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ഈ കുരുട്ട് ഉള്ളതുകൊണ്ടാണ് അന്ന് കിട്ടിയ ഉത്തരങ്ങൾ അൺബിലീവബിൾ ആയിരുന്നു. പ്രിൻസിപ്പളിനൊക്കെ പിള്ളേര് അങ്ങോട്ട് കൊടുത്തു ഉപദേശം. ഓക്കെ, നമുക്കൊരു സെഗ്മെന്റ് ആയിട്ട്, മൈൻഡ് അപ്പ് സെഗ്മെന്റ് ആയിട്ട് ഞാനൊരു റാപ്പിഡ് ഫയറിലേക്ക് കടക്കാണ്. അപ്പൊ നിങ്ങളോട് 3 പേരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം പറയാം. ജിസ്റ്റോ ചേട്ടനോടാണേ, ഡബ് ചെയ്ത് വെള്ളം കുടിച്ച എന്തെങ്കിലും ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനോ എന്തെങ്കിലും ഉണ്ടോ? 2018 ഏറ്റവും കൂടുതൽ 2018 ഡബിങ് മറന്നു പോയോ എന്നൊക്കെ സംശയം തോന്നിപ്പോ. അത് എനിക്ക് ഈ പരിപാടി എനിക്ക് പറ്റിയ ഡബിങ് തീർന്നു. എനിക്കെന്തോ സംഭവിച്ചു, ഞാൻ ഡബിങ് മറന്നുപോയി. ഞാൻ എത്രയായിട്ട് ശരിയാവില്ല, പ്രശ്നമാണ് എന്നുള്ള സംഭവം. ഞാൻ ഡബിങ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം. ആര്യാണ് എന്നെ അങ്ങനെ വെള്ളം കുടിപ്പിച്ച, അത്രത്തോളം വെള്ളം കുടിപ്പിച്ചത് വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഹരിഹരൻ സാറിൻ്റെ പടങ്ങളുണ്ട്, ഫാസിൽ സാറിൻ്റെ പടം ചെയ്തിട്ടുണ്ട്, എല്ലാവരും സിബി സാർ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്തു, കമൽ സാറ്. പക്ഷേ ഇത്രയും ഞാൻ വെള്ളം കുടിച്ച് ഈ ആര്യ എന്ന് പറഞ്ഞ സിനിമ സെറ്റാവാൻ, ഈ അല്ലുവിൻ്റെ വോയിസിലേക്ക് അവരുടെ സ്പീഡ് മാച്ച് ചെയ്യാനായിട്ട്
അവര് ഒരു സെന്റൻസിൽ പറയണത് നമ്മുടെ റൈറ്റർ ഒരു പാരഗ്രാഫിൽ എഴുതി വെച്ചേക്കാണ്. അത് എങ്ങനെ ഇത് പറഞ്ഞു ഒപ്പിക്കുന്നു? ആസിഫിക്ക എന്തെങ്കിലും ഏതെങ്കിലും ഒരു പടത്തിലോ തുടക്കത്തിലോ ഇപ്പോഴോ ഡബിങ് എനിക്ക് ഇനിഷ്യലി ഭയങ്കര പ്രശ്നമായിരുന്നു. കാര്യം ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഡബിങ് ബൂത്ത് ആദ്യമായിട്ട് ഋതുവിനാണ്. അത് തിരുവനന്തപുരത്തെ കലാഭവൻ എന്ന് പറഞ്ഞ ഡബിങ് ബൂത്താണ്. ഞാൻ ആ ഡബിങ് സ്റ്റുഡിയോ കാണുന്നതും ഈ ബൂത്തിന്റെ അകത്തേക്ക് കയറുന്നതും ഒക്കെ എന്റെ ആദ്യത്തെ സിനിമയ്ക്കാണ്. അപ്പൊ എനിക്കിത് എന്താണ് പരിപാടി എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ചെല്ലുന്നു, ആദ്യത്തെ വാക്ക് ഞാനൊരു ഉച്ച വരെ എടുത്തു. ഓക്കെ ടേക്ക് ആവാൻ. ഞാൻ നോക്കുമ്പോ സൗണ്ട് എഞ്ചിനീയർ ഇങ്ങനെ ഇരിക്കും. ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല, എനിക്കറിയാം ശരിയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലൗഡായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ. ഞാൻ പൊതുവെ സംസാരിക്കുമ്പോൾ കുറച്ച് ലൗഡും കുറച്ച് സ്പീഡും കൂടുതലാണ്. അപ്പൊ ഞാൻ ഷൗട്ട് ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട്. അത് കുറെ കറക്റ്റ് ചെയ്തത് മമ്മൂക്കയാണ്. മമ്മൂക്ക ഡബ് ചെയ്യുമ്പോൾ ഇരുത്തി എന്നെ കേൾപ്പിച്ച് ഡബിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. എനിക്ക് മൃദു തന്നെയാണ്. മൃദു നിശാലിന് വേണ്ടി ഡബ് ചെയ്യാൻ വേണ്ടി എന്നെ ശ്യാമപ്രസാദ് സാർ വിളിച്ചു. ഞാൻ പോയിട്ട് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത വേഷമൊക്കെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. ഒരു അര ദിവസം അത് നോക്കി, നോക്കിയിട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ശ്യാം സാർ പറഞ്ഞു നമുക്ക് വേറെ ആരെ നോക്കിക്കോളാം എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ജിസ്റ്റേട്ടൻ റെഫറൻസ് വേണം നിങ്ങളും പറയാനേ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ഹിറ്റായ ഒരു പടം ഇവിടെ ഡയറക്റ്റ് ചെയ്യാൻ കിട്ടിയാല് ജിസ്റ്റേട്ടൻ ഏത് പടം ചെയ്യും? ജിസ്റ്റേട്ടന്റെ വേർഷനിൽ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഏത് പടമാണെങ്കിലും ചേട്ടൻ ചെയ്യാത്തൊരു പടം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും, അത് ചേട്ടന് കിട്ടിയ ചേട്ടന്റെ വേർഷനിൽ ഏത് പടം ചെയ്യാനാണ് ആഗ്രഹം? ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഓട്ടോഗ്രാഫാണ്. തമിഴിലെ ഓട്ടോഗ്രാഫ് ഞാൻ എത്ര തവണ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു എനിക്ക് തന്നെ അറിയില്ല. അത്രയും കൊതി തോന്നി. ചേരൻ സാറിന്റെ ഓഫീസിലെ നമ്പർ എടുത്ത് എനിക്ക് ഫോൺ കൊടുത്താൽ സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അയാൾ 4ാമത്തെ പ്രാവശ്യം കൊണ്ട് വിളിച്ചപ്പോഴാണ് സങ്കടം തോന്നിയിട്ട് ചേരൻ സാറിന് ഫോൺ കൊടുക്കുന്നത്. അത്രയും ഇഷ്ടപ്പെട്ട സിനിമ. അത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് താരേ സമീൻ പാർ ഒരുപാട് ഇഷ്ടമുള്ള സിനിമ. ഇത് നേരത്തെ നമുക്ക് തമാശക്ക് പലതും പറയാറുണ്ട്, പക്ഷെ അതെല്ലാം ഇദ്ദേഹം പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒരു KGF പ്രതീക്ഷിക്കാം. നമ്മൾ ജിസ്സിനെ ഒരു കാറ്റഗറിയിലേക്ക്, ഒരു ഫീൽ ഗുഡ് എന്നൊരു കാറ്റഗറിയിൽ വെക്കുന്നതുകൊണ്ടാണ്. ഇപ്പം തലവൻ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത്രയും നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ തപസ്സരിക്കണം. പക്ഷെ എന്നാലും എനിക്ക് 3 Idiots പറയാം. എനിക്ക് ഹിന്ദിയിൽ 3 Idiots നൻപനാണ്. അതെനിക്ക് പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പും ഈ പറഞ്ഞ പോലെ അപ്പൊ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭയങ്കര കെയർ ചെയ്യുകയും അവരെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ജിസ്. അപ്പോൾ അതിൻ്റെ ഒരു സോള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവും ജിസിൻ്റെ. ചേട്ടന്റെ മനസ്സിൽ അന്നും ഇന്നും നിൽക്കുന്ന ഒരു നൊസ്റ്റാൾജിക് അഡ്വർടൈസ്മെന്റ് ഏതായിരിക്കും? ഹമാരാ ബജാജ്. അത് ഭയങ്കര കുട്ടി 2000-ന് ശേഷമോ മറ്റോ ആണ് ജനിച്ചതെന്ന് തോന്നുന്നു. ബജാജ് സ്കൂട്ടറിന്റെ ശ്രദ്ധിച്ചു കാണത്തില്ല. സ്കിപ്പ് ചെയ്യാൻ ഞങ്ങളോട് ചോദിക്കട്ടെ, ആസിഫിക്ക തന്നെ പറയൂ. അതൊക്കെ തന്നെ അത് തന്നെയാണോ? അല്ല, ആസിഫിക്ക വേറൊന്നും ആലോചിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അഡ്വർടൈസ്മെന്റിനേക്കാൾ സോപ്പ് പണ്ട് ഒരു ലൈഫ് ബോയ് സോപ്പ് ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോ എനിക്ക് ആദ്യം മേടിച്ച് തന്നത് ലൈഫ് ബോയ് സോപ്പാണ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡേ ആ ഹോസ്റ്റലിൽ പോയി ആ ചങ്കിടിപ്പുണ്ടല്ലോ, നമ്മളെ കൊണ്ട് ബോർഡിങ്ങിലാക്കി, ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് പരിപാടി. അവിടെ ചെല്ലുന്ന വൈകുന്നേരം കുളിക്കുമ്പോൾ ആ ലൈഫ് ഇപ്പോഴും എനിക്ക് ആ ലൈഫ് ബോയുടെ മണം. നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് കൈ ഇട്ടിങ്ങനെ വരുമ്പോ എനിക്ക് പരസ്യമല്ല, ഒരു പ്രൊഡക്റ്റ് ആണത്.
നമുക്ക് നമ്മള് അതിപ്പോ നെഞ്ചിടിപ്പായിട്ട് പറയുന്നു. ലൈഫ് ബോയ് ആയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മളത് പലപ്പോഴും ചില സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ രജിസ്റ്റർ ആവുമല്ലോ. അപ്പം ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള വലിയ ഇതൊക്കെ ഉണ്ട്. എന്നാലും ഈ വിശ്വസ്ത സ്ഥാപനം അതെ വിശ്വസ്ത സ്ഥാപനം നമ്മൾ നമുക്കത് മനസ്സിലാവും. ഇത് അറിഞ്ഞോട്ട് പറഞ്ഞതാണോ അറിയാതെ വന്നതാണോ വന്നിട്ട് ഹിറ്റായതാണോ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിട്ടല്ലേ നമുക്കത് ചില സാധനങ്ങൾ നമ്മൾ ടക്ക് നമുക്ക് ഉള്ളിൽ കയറും. ഓക്കെ, ഇപ്പൊ ലൈഫിൽ ഒരാൾക്കൊരു മാലാകപ്പട്ടം അല്ലെങ്കിൽ ഒരു ഓറയൊക്കെ ഉള്ളൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിലുള്ളതായിട്ട് തോന്നുവാണെങ്കിൽ അത് ആർക്ക് കൊടുക്കും? നമ്മുടെ ലൈഫിൽ ഒരു ഏഞ്ചൽ എന്നുള്ളൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് വന്നിട്ട് നമ്മുടെ ലൈഫ് ഫുൾ സീൻ മാറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് ആരെ പറയും? എനിക്ക് ഒരാളുണ്ട് ഓൾറെഡി, ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം വളരെ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് അല്പമെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മെന്ററാണ് അദ്ദേഹം. അത് എവിടെയും അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശ്യാമപ്രസാദ് നമ്മുടെ ഋതുവിന്റെ ഡയറക്ടർ. ആ കസേരയിൽ ഈ കസേരയിലേക്ക് ഇരുത്തി അദ്ദേഹം. അമ്മയാണ് നമുക്ക്. ഞാൻ പഠിച്ചത് വേറൊരു പ്രൊഫഷനാണ്. ഞാൻ LLB കഴിഞ്ഞിട്ട് ഞാൻ സിനിമയുടെ പുറകെ സഞ്ചരിക്കുമ്പം നമ്മളെ അതിനെ ഡിസ്കറേജ് ചെയ്യാതെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഈ പടം ഇതെന്ന് പറയുന്നത് ചാക്കോച്ചന്റെ കൈ നോക്കി ഒരു കൈനോട്ടം പോലെ. ഇപ്പൊ ഈ ഒരു അവസരത്തില് ആസിഫിക്കന്റെ കൈ നോക്കി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എന്തായിരിക്കും പറയാൻ പോകുന്നത്? കൈ നോക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാവി എന്തെങ്കിലും? എടാ തലവൻ നമ്മുടെ തലവരെ മാറ്റുമെന്ന് തോന്നുന്നു. അടിപൊളി. എന്തായാലും നമ്മള് മെയ് 24-നല്ലേ റിലീസ്? മെയ് 24. 24 അപ്പൊ 24 റിലീസാണ്. അപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലവരെയൊക്കെ മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.